രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ വിമാന അപകടം. അപകട സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു നടൻ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ ഉണ്ടായിരുന്നത്. എലിസബത്തിന്റെ നിരവധി സുഹൃത്തുക്കൾ സംഭവത്തിൽ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വേദനയും നടുക്കവും പങ്കുവച്ച് എലിസബത്ത് സോഷ്യൽ മീഡിയയിലും പിന്നാലെ വാർത്താമാധ്യമങ്ങളിലും ഇടം പിടിച്ചതോടെ അപകട സ്ഥലത്തു നിന്നുള്ള എലിസബത്ത് ഉദയന്റെ വാക്കുകളും വാർത്തയായി മാറിയിരുന്നു. ഇപ്പോഴിതാ എലിസബത്തിനുള്ള മുൻ പങ്കാളി ബാലയുടെ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ബാല ഈ അപകടത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അഹമ്മദാബാദിലുണ്ടായ വലിയ നഷ്ടത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളോടുകൂടി ഉണ്ടാകട്ടെ. നിങ്ങളെ ടിവിയിൽ കണ്ടു. സുരക്ഷിതയായിരിക്കൂ ഡോക്ടർ. എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ. ബാല കോകില എന്നാണ് ബാല കുറിച്ചത്. ബാലയുടെ പോസ്റ്റിന് കമന്റുമായി നിരവധി പേർ എത്തുകയും ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിലാണ് എലിസബത്ത് PG ചെയ്യുന്നത്. എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്റേൺ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് ആ വിമാനം വന്ന് പതിച്ചത്. ഈ സാഹചര്യത്തിൽ തന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചോദിച്ചെത്തുന്നവർക്ക് എലിസബത്ത് നേരത്തെ മറുപടി നൽകിയിരുന്നു. താൻ സുരക്ഷിതയാണെന്നും എന്നാൽ അപകടത്തിൽ നിരവധി സഹപ്രവർത്തകരെയും MBBS വിദ്യാർത്ഥികളെയും നഷ്ടമായെന്നാണ് എലിസബത്ത് ഇന്നലെ പറഞ്ഞത്. അപകടത്തിൽ മലയാളി വിദ്യാർത്ഥികൾക്കാർക്കും പരിക്കേറ്റതായി അറിവില്ല എന്നും അപകടത്തിൽ നിരവധി പേരെ കാണാതായതായും എലിസബത്ത് പറഞ്ഞിരുന്നു. അപകട സന്ദേശം വന്നതിനു പിന്നാലെ ഇന്റർ ട്രാൻസ്മിഷൻ മെഡിസിൻ വിഭാഗത്തിലാണ് ഡ്യൂട്ടിക്ക് കയറിയത്. അപകടം നടക്കുമ്പോൾ വലിയ ശബ്ദങ്ങളൊന്നും താൻ കേട്ടിരുന്നില്ല. അതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ താൻ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ട്രാൻസ്മിഷൻ മെഡിസിൻ വിഭാഗത്തിലേക്ക് ജോലിക്ക് കയറിയത്. പ്രധാനമായും രക്തം ശേഖരിക്കുകയും ആവശ്യമായ രക്തഗ്രൂപ്പിലുള്ളവരെ സംഘടിപ്പിച്ച് നൽകുകയുമായിരുന്നു താൻ ചെയ്യേണ്ടത്. സമീപത്തുള്ള പല ആശുപത്രികളിൽ നിന്നായി 1 മണിക്കൂറിനുള്ളിൽ 400ഓളം ബ്ലഡ് ബാഗുകൾ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്വമേധയാ രക്തദാനത്തിനായി ആശുപത്രിയിൽ എത്തിയിരുന്നു എന്നാണ് എലിസബത്ത് പറഞ്ഞത്. അതേസമയം മൃതശരീരങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. DNA പരിശോധനയിലൂടെ മാത്രമേ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകൂ എന്നാണ് ഹൃദയം വിങ്ങുന്ന വേദനയോടെ എലിസബത്ത് കൂട്ടിച്ചേർത്ത്. ഇതിന് പിന്നാലെയാണ് ബാല പ്രതികരണവുമായി എത്തിയതും. അതേസമയം അപകടത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം 265 പേരാണ് മരിച്ചത്. 242 പേരുമായി പറന്നുയർന്ന വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരണത്തിനു കീഴടങ്ങി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.